ടെക് ലോകത്തെ വാർത്തകൾ. പുതിയ രൂപത്തിലും കൂടുതൽ ഫീച്ചറുകളുമായി ലാൻഡ് റോവർ ഡിഫൻഡർ 2026 മോഡൽ കമ്പനി ഔദ്യോഗികമായി അവതരിപ്പിച്ചു. ഐക്കോണിക് ഓഫ് റോഡ് SUV ലാൻഡ് റോവർ ഡിഫൻഡറിന്റെ 2026 മോഡൽ കമ്പനി അവതരിപ്പിച്ചു. പുതിയ ഡിസൈൻ, കൂടുതൽ ഫീച്ചറുകൾ, പുതിയ എഞ്ചിൻ ഓപ്ഷനുകൾ എന്നിവയുമായാണ് വാഹനം എത്തുന്നത്. 2026 ഡിഫൻഡറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെർട്ടെക്സ് എന്ന പുതിയ വേരിയന്റാണ്. പ്രത്യേക എക്സ്റ്റീരിയർ ഡിസൈൻ, പുതിയ അലോയ് വീലുകൾ, പ്രീമിയം ഇന്റീരിയർ ഫിനിഷ് എന്നിവ ഈ പതിപ്പിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. കൂടാതെ പുതിയ നാബിബ് ഓറഞ്ച് നിറവും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഡിഫൻഡർ 110 മോഡലിൽ ആദ്യമായി 6 സീറ്റുകളുള്ള കോൺഫിഗറേഷനും അവതരിപ്പിച്ചു. ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലും ഡ്രൈവർ അസിസ്റ്റൻസ് സാങ്കേതികവിദ്യകളിലും പുതുക്കലുകൾ വരുത്തിയിട്ടുണ്ട്. എഞ്ചിൻ വിഭാഗത്തിലും മാറ്റമുണ്ട്. പുതിയ 3.0 ലിറ്റർ 6 സിലിണ്ടർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ചില വിപണികളിൽ പഴയ 2.0 ലിറ്റർ പെട്രോൾ എഞ്ചിന് പകരമായാണ് ഇതെത്തുന്നത്. അതേസമയം ഡിഫൻഡർ ഒക്ട പതിപ്പിലെ V8 എഞ്ചിന്റെ പവർ ഔട്ട്പുട്ടിലും ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതിയ ഡിഫൻഡർ 19, 110, 130 എന്നീ 3 ബോഡി സ്റ്റൈലുകളിൽ ലഭ്യമാകും. ഇന്ത്യയിൽ ഈ മോഡൽ എത്തുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും ലോഞ്ച് തീയതിയും വിലയും കമ്പനി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുമായി ഇന്ത്യൻ വിപണി പിടിക്കാനൊരുങ്ങി മോട്ടോറോള. എഡ്ജ് 70 മാക്സ് ഉടൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് കമ്പനി അറിയിച്ചു. മോട്ടോറോളയുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട്ഫോണായ മോട്ടോറോള എഡ്ജ് 70 മാക്സ് ഉടൻ ഇന്ത്യയിൽ അവതരിപ്പിക്കും. ഫ്ലിപ്കാർട്ടിലെത്തിയ പ്രത്യേക മൈക്രോ സൈറ്റിലൂടെയാണ് ലോഞ്ച് കമ്പനി സ്ഥിരീകരിച്ചത്. എഡ്ജ് 70 സീരീസിലെ 5ാമത്തെ മോഡലായാണ് ഈ ഫോൺ എത്തുന്നത്. ഡിസൈനിൽ വലിയ മാറ്റങ്ങളുമായാണ് എഡ്ജ് 70 മാക്സ് എത്തുന്നത്. ഫ്ലാറ്റ് ബാക്ക് പാനലും ചതുരാകൃതിയിലുള്ള ട്രിപ്പിൾ റിയർ ക്യാമറ മൊഡ്യൂളും ഫോണിലുണ്ടാകും. ഇടതുവശത്ത് മോട്ടോ AI കീയാകാമെന്ന് കരുതുന്ന ഒരു പ്രത്യേക ബട്ടണും നൽകിയിട്ടുണ്ട്. പ്രകടനത്തിന്റെ കാര്യത്തിൽ AI പ്രവർത്തനങ്ങൾക്കുള്ള NPU പെർഫോമൻസ് 46% വരെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. വയർലെസ് ചാർജിംഗ് സൗകര്യവും ഈ ഫോണിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരിക്കും. ചോർന്ന വിവരങ്ങൾ പ്രകാരം സ്നാപ്ഡ്രാഗൺ 8 Gen 5 പ്രോസസർ, 50 മെഗാപിക്സൽ ട്രിപ്പിൾ റിയർ ക്യാമറ, ഓൺ ഡിവൈസ് മോട്ടോ AI ഫീച്ചറുകൾ എന്നിവയും ഫോണിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. അതേസമയം ലോഞ്ച് തീയതി, ഇന്ത്യയിലെ വില, മുഴുവൻ സവിശേഷതകൾ എന്നിവ കമ്പനി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേൾക്കാനും സംസാരിക്കാനും ഒരേ സമയം കഴിയുന്ന പുതിയ AI മോഡലുമായി ഓപ്പൺ AI രംഗത്ത്. GPT ലൈവ് എത്തുന്നതോടെ ChatGPTയുമായുള്ള സംഭാഷണം കൂടുതൽ മനുഷ്യ സമാനമാകും. ChatGPTയുമായുള്ള സംഭാഷണം ഇനി കൂടുതൽ സ്വാഭാവികമാകുന്നു. തത്സമയം കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പുതിയ വോയിസ് മോഡലായ GPT ലൈവ് ഓപ്പൺ AI അവതരിപ്പിച്ചു. മുമ്പ് ഉപയോക്താവ് സംസാരിച്ച് തീർന്ന ശേഷമായിരുന്നു ChatGPT മറുപടി നൽകിയത്. എന്നാൽ GPT ലൈവിലൂടെ ഉപയോക്താവ് സംസാരിക്കുമ്പോൾ തന്നെ കേൾക്കാനും ആവശ്യമായപ്പോൾ മറുപടി പറയാനും സംഭാഷണം കൂടുതൽ സ്വാഭാവികമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ലൈവ് ട്രാൻസ്ലേഷൻ, വെബ് സെർച്ച്, കൂടുതൽ സങ്കീർണമായ ചോദ്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന AI മോഡലുകളുടെ സഹായം എന്നിവയും GPT ലൈവിന്റെ പ്രത്യേകതകളാണ്. ഉപയോക്താവിന്റെ സംസാര ശൈലിക്കനുസരിച്ച് പ്രതികരിക്കാനും ഇടവേളകളിൽ അനാവശ്യമായി തടസ്സപ്പെടുത്താതെ സംഭാഷണം തുടരാനും പുതിയ മോഡലിന് കഴിയും. GPT ലൈവ് 1, GPT ലൈവ് 1 മിനി എന്നിങ്ങനെ 2 പതിപ്പുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഗോ പ്ലസ് പ്രോ ഉപയോക്താക്കൾക്ക് GPT ലൈവ് 1 ലഭിക്കും. സൗജന്യ ഉപയോക്താക്കൾക്ക് GPT ലൈവ് 1 മിനി ലഭ്യമാകും. ഇത് ആൻഡ്രോയിഡ്, iOS, വെബ് പ്ലാറ്റ്ഫോമുകളിൽ ആഗോളതലത്തിൽ ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.